എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു 6 മാസത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര എനർജിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് ഒരു മാസത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തുമ്മല്, തീറ്റല്, ചുമ, പനി അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ പൊതുവേ ഞങ്ങളെല്ലാവരും ഭയങ്കര വർത്താനക്കാരായതുകൊണ്ട് ഞങ്ങളുടെ തൊണ്ടയ്ക്ക് ആദ്യം പിടിക്കും. അതുകൊണ്ട് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞങ്ങളുടെ തൊണ്ട, അപ്പൊ അതിന്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ അറിയാമെന്ന് തോന്നുന്നു അതില് സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ തൊണ്ടയും പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഇപ്പൊ വീഡിയോ ഇട്ടിട്ട്. അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ കുഴപ്പമില്ല, ഏറെക്കുറെ ഒക്കെ ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ആ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ വീഡിയോ ഇതാണ്, നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സ്കാൽപ്പും ഹെയറും സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മക്കളുടെയും ശ്രദ്ധിക്കണം. എസ്പെഷ്യലി സ്വന്തമായിട്ടൊക്കെ കുളിക്കാറായ മക്കളാണെങ്കിൽ തന്നെയും അവരുടെയൊക്കെ സ്കാൽപ്പും ഹെയറും ഒക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, ഇടയ്ക്കൊന്ന് പരിശോധിക്കണമെങ്കിൽ മാത്രമേ അവരുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി ഉണ്ടാവുകയും നന്നായിട്ട് തിക്കായിട്ട് മുടി ഉണ്ടാവുകയും മുടിക്ക് നല്ല നീട്ടം വെക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒരുപാട് ഇങ്ങനെ വാരി വെച്ച് വെക്കുന്നതിൽ നമ്മൾ സ്കാൽപ്പും ഹെയറും ഒക്കെ എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കുകയും നല്ല ഫുഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് ഗ്രോ ആയി വന്നോളും. അതുപോലെ തന്നെ മുടിയുടെ കാര്യത്തിൽ പാരമ്പര്യം ഒരു വലിയ ഫാക്റ്റാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പാരമ്പര്യമായിട്ട് ഉള്ള മുടി നമ്മൾ സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിൽ നിന്ന് ഒരുപാട് കൊഴിഞ്ഞു പോവുകയും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഒരുപാട് മുടി നഷ്ടമായിട്ട് നമുക്ക് ഒരുപാട് മുടി ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം ഞാൻ അവളുടെ മുടി സ്കാൽപ്പും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സുഖമില്ലാതിരുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അവളുടെ സ്കാൽപ്പ് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡാൻഡ്രഫ്, ശരിക്കും അത് ഡാൻഡ്രഫ് അല്ല, ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പ് നിന്ന് സ്കിന്ന് നമ്മുടെ മുഖത്തുനിന്നും കയ്യിൽ നിന്നും കാലിൽ നിന്നൊക്കെ പൊളിഞ്ഞിളകുന്നത് പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നിന്നും സ്കിന്ന് പൊളിഞ്ഞിളകണുണ്ട്. അപ്പൊ ആ ഒരു സ്കിന്ന് പൊളിഞ്ഞിളകണത് നമ്മൾ വാഷ് ചെയ്യുമ്പോഴോ കോമ്പ് ചെയ്യുമ്പോഴോ ഒക്കെയാണ് ഇളകിപ്പോണത്. അപ്പൊ അത് പ്രോപ്പറായിട്ട്, അപ്പൊ നമ്മുടെ മക്കള് പലപ്പോഴും വാഷ് ചെയ്യുന്ന സമയത്ത് അവർക്കത് പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഷാമ്പു ശരിയായിട്ട് കഴുകി കളഞ്ഞെന്ന് വരികയില്ല, അവർ ശരിക്കും നന്നായി ചിലപ്പോൾ കോമ്പ് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ തലയിൽ അത് അടിഞ്ഞു കൂടി ഇരുന്നിട്ട് അത് വാട്ടറും വേർപ്പും ഒക്കെ ആയിട്ട് മിക്സായി പിന്നെ അവിടെ അടിഞ്ഞുകൂടി പൊടിയും ഒക്കെ ചേർന്ന് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടാണ് കൂടുതൽ ഡാൻഡ്രഫ് ആയിട്ട് മാറുന്നത്. അപ്പൊ അത് ഡാൻഡ്രഫ് ആയിട്ട് മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് ഇളക്കി കളയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം അവരെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്റെ മോളുടെ മുടിയൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്കിന്നൊക്കെ ഇളക്കി ഭയങ്കര പൊടി പോലെ ഇരിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തു. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റൊക്കെ ഒന്ന് ചെയ്തെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മോളുടെ തലയുടെ അവസ്ഥ. ഇനി വഴിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് കഴുകി കളഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ പ്രോപ്പറായ രീതിക്ക് അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉപയോഗത്തിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്താൽ നമ്മുടെ മക്കളുടെ സ്കാൽപ്പൊക്കെ എപ്പോഴും നല്ല ക്ലീനായിട്ട് ഹെൽത്തി ആയിട്ട് ഇരുന്നോളും. പിന്നെ നമ്മളിപ്പോൾ ഡാൻഡ്രഫിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും പായ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മാസ്കോ ഒക്കെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഹെയർ നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്യണം. അപ്പോൾ കോമ്പ് ചെയ്യണത് ഓൾറെഡി ഒരു മസാജ് കൂടിയാണ്. അതുകൂടാതെ തന്നെ കോമ്പ് ചെയ്യണത് വഴി നമ്മുടെ ഈ ഡാൻഡ്രഫൊക്കെ തറയിൽ ഉറച്ചിരിക്കുന്ന ഡാൻഡ്രഫൊക്കെ നന്നായിട്ട് ഇളകിപ്പോന്നോളും. ഇനി നമ്മുടെ മക്കളുടെ തലയിലൊക്കെ ചെയ്യണ സമയത്ത് ഒരുപാട് ഹാർഡായിട്ട് ചെയ്യരുത്, വളരെ സോഫ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഇത് ഞാനിപ്പോൾ നല്ല സ്പീഡിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ മുറുക്ക ചെയ്യണതായിട്ട് തോന്നും. പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഞാൻ ചെയ്യണത്. അവർക്ക് വേദന എടുക്കാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യണം.
ചെയ്യണം, നമ്മുടെ ഉച്ചി ഭാഗത്തായിരിക്കും കൂടുതൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എപ്പോഴും താരം കൂടുതൽ കാണുന്നത് എന്നാന്ന് ചോദിച്ചാൽ ബാക്കി സൈഡുകളിൽ ഉള്ളതൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോമ്പ് ചെയ്യണ സമയത്തൊക്കെ പെട്ടെന്ന് അങ്ങ് ഇളകിപ്പോക്കോളും. ഉച്ചി ഭാഗത്തുള്ളത് ഇളകിപ്പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കൂടുതൽ കാണുന്നത്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ ഞാനൊരു വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ സ്പൂണിന് 1 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങാനീരാണ്. അപ്പോൾ നാരങ്ങാനീര് ഒരു 10 ഡ്രോപ്പ് മതി. അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നാരങ്ങാനീര് നമ്മുടെ സ്കാൽപ്പിനും അതുപോലെ ഹെയർ ഡാൻഡ്രഫ് പോകാനും ഒക്കെ വളരെ നല്ലതാണെങ്കിലും നാരങ്ങാനീര് കൊണ്ട് വളരെയധികം ദോഷവുമുണ്ട്. എസ്പെഷ്യലി നാരങ്ങാനീര് നമ്മുടെ സ്കാൽപ്പിനെയും ഹെയറിനെയൊക്കെ ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാരങ്ങാനീര് ഉപയോഗിക്കുമ്പോൾ വളരെ അധികം സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. എസ്പെഷ്യലി ഡ്രൈ സ്കാൽപ്പും ഡ്രൈ ഹെയറും ഉള്ളവരുടെയൊക്കെ കൂടുതൽ ഡ്രൈ സ്കാൽപ്പും ഡ്രൈ ഹെയറും ഒക്കെ ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ തലയിലെ ഡാൻഡ്രഫിൻ്റെ അളവ് എത്രയാണെന്നനുസരിച്ച്, അതുപോലെ നമ്മുടെ സ്കാൽപ്പിൻ്റെയൊക്കെ സ്വഭാവ രീതി, കൂടുതൽ ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി അധികം നാരങ്ങാനീര് ഉപയോഗിച്ചത് കൊണ്ട് കുഴപ്പമില്ല. ഡ്രൈ സ്കാൽപ്പും ഹെയറും ഒക്കെ ഉള്ളവർ കുറച്ച് മാത്രം നാരങ്ങാനീര് ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊക്കെ ഡാൻഡ്രഫ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പലർക്കും അത് ഒറ്റ യൂസിൽ പോകാത്തതിൻ്റെ കാരണം അവർ പ്രോപ്പറായ രീതിക്ക് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ടെയിൽ കോമ്പും ഒരു പീസ് കോട്ടനും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലേക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പരട്ടാൻ പറ്റും. ഇത് നമ്മൾ പാർലറിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ്. പാർലറിൽ ഹെയർ സ്പായും അതുപോലെ ഹോട്ട് ഓയിലും ഒക്കെ ചെയ്യാൻ വരണ സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ തലയിൽ തേച്ച് കൊടുക്കുമ്പോഴും ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഹെയർ കെയർ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് സ്വന്തം സ്കാൽപ്പിലേക്കും അപ്ലൈ ചെയ്യണമെന്നുള്ളത് സെക്ഷനായിട്ട് എടുത്തിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആ ഓയിൽ നമുക്ക് നമ്മുടെ മുടിയിലേക്കും കൂടെ തേച്ച് കൊടുക്കാം. എല്ലായിടത്തേക്കും മുടിയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം. കാരണം ഈ ഇളകി വന്ന ഈ ഡാൻഡ്രഫ് നമ്മുടെ മുടിയിലൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളകി പോയിട്ട് നമ്മുടെ മുടിയും സ്കാൽപ്പും ഒരുപോലെ ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുടിയിലേക്കും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒരുപാട് കാണും, പ്രത്യേകിച്ച് ഈ ടീനേജ് പ്രായക്കാരായ പിള്ളേരുടെ മുഖത്തൊക്കെ കുരുക്കളൊക്കെ ഉണ്ടാവാനും ഒക്കെയുള്ള കാരണം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ മോളാണെങ്കിൽ ഒരുപാട് അവൾക്ക് വലിയ ശ്രദ്ധയൊന്നുമില്ല. അവളോട് തല കഴുകടി എന്നൊക്കെ പറഞ്ഞാൽ, കുളിക്കടി എന്നൊക്കെ പറഞ്ഞാൽ അവൾ ആ ഒരു കടമയ്ക്ക് വേണ്ടി അങ്ങ് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിക്കായിരിക്കും. അപ്പം അങ്ങനെയുള്ള മക്കളുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ആഴ്ചയിലോ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് അവരുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം അവർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിങ്ങനെ ചെറുതായിട്ട് അവരുടെ മസാജ് ഒന്ന് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഹെയർ പുള്ളിങ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇത് പാർലറിൽ നമ്മൾ ചെയ്ത് കൊടുക്കണ ഒരു രീതിയാണ് ഹെയർ പുള്ളിങ്. അപ്പം കുറേശ്ശെ മുടി നമ്മൾ എടുത്തതിന് ശേഷം എല്ലാ സൈഡുകളിലേക്കും മുടി ചെറുതായിട്ട് പൊട്ടിപ്പോകത്തക്ക രീതിയിലല്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വലിച്ച് കൊടുക്കണത് നമ്മുടെ നമുക്ക് നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണത്. കാരണം നമ്മുടെ പ്രത്യേകിച്ച് ടീനേജ് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് ഒക്കെ പല ഇതും ദേഷ്യവും അരിശവും ഒക്കെ വരുന്ന സമയമായിരിക്കും. അപ്പോൾ ഇതും കൂടെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മുടിയൊന്ന് ചീവി ഒരു അരമണിക്കൂർ നേരം ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം മൈൽഡായിട്ടുള്ള ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് ഓയിൽ തലേന്ന് പോകത്തക്ക രീതിയിൽ വാഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.